മകളെ പിരിയുന്ന വിഷമത്തോടെ മറഞ്ഞു നിന്ന് നിറകണ്ണുകളോട് നോക്കിയ ഡാഡി. ആ ഡാഡി തന്നെയാണ് ഈ ഡാഡി. ഡാഡി പറയുന്നത് അനുസരിക്ക്. ഇപ്പൊ ഈ ചടങ്ങ് നടക്കട്ടെ. അതിനുശേഷം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയിലെത്ത്. വേണമെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്കിടയിൽ മീഡിയേറ്റർ ആവുന്നേ. സോറി, ചടങ്ങുകൾ പെട്ടെന്ന് നടക്കട്ടെ. ചേച്ചി ഇങ്ങോട്ട് വാ, ഓടിക്കൊണ്ടു. ആന്റി ഇത് പിടി, എന്നിട്ട് അങ്ങോട്ട് കൊടു. ഈ ആന്റിയുടെ ഒരു കാര്യമാണ്. ചൈത്ര ബേട്ടിയെ വിട്ടേക്ക്, എന്നിട്ട് കീർത്തി ബേട്ടിയെ നോക്കൂ. വിളക്ക് പിടിക്ക ആന്റി, പിടിക്ക. എന്നിട്ട് അങ്ങോട്ട് കൊടുത്തേ. കീർത്തി വിളക്ക് വാങ്ങിച്ചോ, കൊടുക്ക ആന്റി. ഇനി വധൂവരന്മാര് വലതുകാല് വെച്ച് അകത്തേക്ക് അങ്ങോട്ട് കേറുക. ഇനി എല്ലാരും അകത്തോട്ട് ചെന്നട്ടെ. കേറ്. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ബേട്ടി MS പോയെങ്കിൽ പോട്ടെന്നേ. ചൈത്ര ബേട്ടിക്ക് പറ്റിയ ചുള്ളൻ ചെറുക്കന്മാര് എന്റെ കയ്യിലുണ്ട്. താൻ എന്തിനാടോ പഴങ്കഥ പറഞ്ഞെന്നെ സെന്റിമെന്റൽ ആക്കിയത്? ഞാനൊന്ന് വീക്കായ ഗ്യാപ്പില് താൻ എല്ലാവരെയും അകത്ത് കയറ്റിയല്ലേ? ഈ എന്ത് ചെയ്യാനാ ബേട്ടി? ആരും വഴക്കുണ്ടാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. വഴക്ക് കണ്ട ഞാൻ ഉടനെ തന്നെ അതിൽ ഇടപെട്ട് കോംപ്രമൈസ് ആക്കും. അതെന്റെ ഒരു വീക്ക്നെസ്. ഈ ജനനത്തിനും മരണത്തിനും ഇടയിൽ ആകെ ഇത്തിരിയുള്ളൊരു ജീവിതമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് പരാതിയും പരിഭവങ്ങളും വഴക്കുകളും ഒന്നും ഇല്ലാതെ സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിച്ചു തീർക്കാം. അതാണ് എന്റെ പോളിസി. അയ്യോ പാലും പഴവും ഞാൻ ചേട്ടാ. കല്യാണം നടന്നതിനെ കുറിച്ച് ചൈത്ര ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും? എടാ, ഞാനൊരു കഹാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും അത് തന്നെയായിരിക്കും സച്ച്. ആഹാ, അല്ല എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നേ? വധൂവരന്മാർക്ക് പാലും പഴം കൊടുക്കണ്ടേ? അതിന് വരം വരണ്ടേ? MS വീണ്ടും ടോയ്ലറ്റിൽ പോയോ? അതൊന്നും അല്ല. മിഥുൻ അയാളുടെ മമ്മയായിട്ട് സംസാരിച്ചിരിക്കുന്ന കണ്ടില്ലേ? അത് മാത്രമല്ല പ്രശ്നം. അളിയനൊരു ഫോൺ വന്ന് അകത്തേക്ക് പോയി. ചടങ്ങിന് അളിയന് വേണമല്ലോ. ഞാൻ റെഡി. മിഥുൻ വാ. നാണിച്ച് നിൽക്കാതെ വൈഫിനെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് ഇരിക്കെന്റെ MS. വാന്ന് വരൂ, അവിടെ ഇരിക്കും. ഡാഡിയെ എനിക്കൊന്ന് കാണണം.